ഇവിടെ എതിർപ്പ് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമായ എതിർപ്പാണ്. രാഷ്ട്രീയമായ എതിർപ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണലിസത്തിന്റെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയുള്ള എതിർപ്പെന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഇവർ തന്നെ പറയും ഈ പേര് മാറണമെന്ന് പറയും. ഗണപതി ഘട്ടം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ടുള്ള പേരാണ്. ആ പേര് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള പേരാണ്, ആ പ്രദേശത്തിന്റെ പേരാണ്. ജൈനന്മാരാണ് വയനാട്ടിലേക്ക് ആദ്യം കുടിയേറി വരുന്ന ആളുകൾ. അവർ വരുന്ന കാലം മുതൽ നിലനിൽക്കുന്ന ഒരു പേരാണ്. ആ പേരിന് മാറ്റം ചെയ്തത് ബ്രിട്ടീഷുകാരാണ്, അല്ല ടിപ്പു അല്ല. ടിപ്പുവിന്റെ സൈന്യപ്പര ഇരുന്ന സ്ഥലത്തിന് അവരെ ബാറ്ററി എന്ന് പറഞ്ഞു. അത് പിന്നീട് ബത്തേരിയായി അങ്ങനെ തുടരുകയാണ്. അത് ശരിയല്ല. നമ്മുടെ പ്രദേശങ്ങളിലെ തിരുവനന്തപുരം മാറി, കൊല്ലം മാറി, അതുപോലെ കൊച്ചി മാറി, കോഴിക്കോട് മാറി, തൃശ്ശൂർ മാറി, എല്ലാ സ്ഥലങ്ങൾക്കും പേര് മാറാം. ഇവിടെ എന്തുകൊണ്ട് മാറിക്കൂടാ? അത് വർഗീയതയാണ്. നേരെ മറിച്ച് ഈ പേര് ഒരിക്കലും രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടിയല്ല അത് നിലനിൽക്കുന്ന. 90 ഞാൻ ഒരിക്കൽ അവിടെ ചെന്ന് തലക്കൽ ചന്തുവിന്റെ സ്മൃതിദിനം ആചരിക്കാൻ ചെന്നപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടാണ്, ഞങ്ങളെല്ലാം മൊത്തത്തിൽ ആവശ്യപ്പെട്ടാണ്, ഞങ്ങൾ ആ മീറ്റിംഗിൽ ആവശ്യപ്പെട്ടാണ് ഗണപതി വട്ടം ഒന്ന് ആക്കണമെന്ന്. നമ്മുടെ ഈ കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ട് ഈ പേരും ചുമന്നുകൊണ്ട് നടക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ ഇത് ബ്രിട്ടീഷുകാരിട്ട പേരാണ്. അത് ഇപ്പൊ അടുത്ത കാലത്ത് കേരള നിയമസഭ പാസ്സാക്കി കേരളം എന്നാക്കണം. അതവിടെ കാക്കാം, അതിനൊരു രാഷ്ട്രീയമില്ലേ? അപ്പൊ തിരുവനന്തപുരം ഉണ്ടാക്കിയിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഈ ന്യൂസ് ചാനലുകാരൊക്കെ വിഷമിക്കുന്ന കാണാം, തിരുവനന്തപുരം എന്ന് പറയാനായിട്ട്, ട്രിവാൻഡ്രം പറഞ്ഞിട്ട് തിരുവനന്തപുരം പറയാനായിട്ട്. അപ്പൊ അത് നാച്ചുറലാണ്, നമ്മുടെ ആവശ്യമാണ്, നമ്മളാണ് നമ്മുടെ നാടിന്റെ പേര് നിശ്ചയിക്കുന്നത്. അതുപോലെ ഈ ടിപ്പുവിനെ മഹത്വവൽക്കരിക്കുന്നവർ ഒരു കാര്യം വിചാരിക്കണം, ടിപ്പു ആക്രമണകാരിയാണ്, കൊള്ളക്കാരനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കാനാണ് ടിപ്പു വന്നത്. അതോടൊപ്പം തന്നെ ടിപ്പു പിന്നെ ചെയ്തത് മതപരിവർത്തനമാണ്. മതപരിവർത്തനം ഒരു ഭീകര രൂപമാക്കി തീർത്ത ടിപ്പു സുൽത്താനാണ് നമ്മുടെ മലബാറിൽ. അതിനു മുമ്പ് തന്നെ മലബാറിൽ മാപ്പിളമാരെയൊക്കെ ഹിന്ദുക്കളുടെ ഭാഗമായി തന്നെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കിയില്ല. അവരിൽ വേർതിരിവുണ്ടാക്കി, മാപ്പിളമാരല്ല വേർതിരിവുണ്ടാക്കിയത്. ഹിന്ദുക്കളെ ബലമായിട്ട് ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടത്തുക, അവരുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയുള്ള ഈ ഒരുതരം ഗുണ്ടായുസവും കിരാതവാഴ്ചയും ആരംഭിച്ചത് അയാളാണ്. അയാൾ വന്നതിന് ശേഷമാണ് തുടർച്ചയായിട്ട് 1836 മുതലോ മറ്റാണെന്ന് തോന്നുന്നു 1922 വരെ തുടർച്ചയായി മാപ്പിള കലാപങ്ങൾ മലബാറിലുണ്ടായി. മലബാറിലെ എറണാകുളം വള്ളുവനാട് താലൂക്കിലെ ഏറ്റവും കൂടുതൽ മാപ്പിള കലാപങ്ങളുണ്ടായി. ഇതിന് മുഴുവൻ കാരണക്കാരൻ ടിപ്പു സുൽത്താനാണ്. ആ ടിപ്പു സുൽത്താന്റെ പേര് ഓർമ്മിക്കാൻ വേണ്ടിയാണ് സുൽത്താൻ ബത്തേരി ആക്കി വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിനാ നമ്മൾ ഈ ഒരുതരം പേരുദോഷം, നമ്മുടെ ശാപം നമ്മുടെ മേൽ തലയിൽ വെച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് ശാപമാണ്, നമ്മുടെ രാജ്യത്തിന് തന്നെ ശാപമാണ്. മലബാറിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിന് ശാപം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അയാളുടെ പേര് ഒരു കാരണവശാലും വരാൻ പാടില്ല. രണ്ടാമത് ബ്രിട്ടീഷുകാർ കൊളോണിയൽ ഭാഷ്യത്തിൽ ഇട്ട പേരാണ്. ആ പേരുകളെല്ലാം മാറി. ഡൽഹി മുതൽ ഇങ്ങോട്ട് കേരളം വരെയുള്ള പേരുകൾ മാറി. ആർക്കും ഒരു പരാതിയുമില്ല, ഒരു എതിർപ്പുമില്ല. ഇവിടെ എതിർപ്പ് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമായ എതിർപ്പാണ്. രാഷ്ട്രീയമായ എതിർപ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണലിസത്തിന്റെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയുള്ള എതിർപ്പെന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഇവർ തന്നെ പറയും ഈ പേര് മാറണമെന്ന് പറയും. ജനങ്ങളുടെ ആവശ്യമാണ്, ജനങ്ങൾക്ക് അവരുടെ പൈതൃകം തീർന്ന പേരാണ് ആവശ്യം. നമ്മുടെ പേര് കേരളം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കോട്ടയം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പൈതൃകമുണ്ട്. അല്ലെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഒരു പൈതൃകമുണ്ട്. ആ ക്ഷേത്രത്തോളം അടുത്ത വടക്കുന്ന ആ ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ് തൃശിവപേരൂർ എന്നുള്ള പേര്. അങ്ങനെയുള്ള പേരുകൾ മാറാൻ ആഗ്രഹിച്ചു, മാറി. അതിന് ആർക്കും ഒരു വിരോധമില്ല. ഈ ഒരു പേര് മാറുമ്പം എന്തുകൊണ്ട് ഈ എതിർപ്പ് പഠിപ്പിക്കുന്നു? സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ട്, സുരേന്ദ്രനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ 90കളിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടിയ സമയത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി അന്നത്തെ ഗവൺമെന്റിന് അയച്ചു കൊടുത്തതാണ് ഈ പേര് മാറണമെന്നുള്ളത്. അപ്പം ഇത് വെറുതെ രാഷ്ട്രീയ കോലാലുണ്ടാക്കി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. രാഷ്ട്രീയ പടലപിണക്കങ്ങൾ ഉണ്ടാക്കിയിട്ട്, ജനങ്ങളുടെ ഇടയിൽ പടലപിണക്കം ഉണ്ടാക്കിയിട്ട് വോട്ട് പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. സുരേന്ദ്രൻ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മാറ്റേണ്ടതാണ്. നമ്മൾ തിരുവനന്തപുരം മാറ്റിയ കൂട്ടത്തില്, കൊല്ലം മാറ്റിയ കൂട്ടത്തില്, കോഴിക്കോട് മാറ്റിയ കൂട്ടത്തില്, അവസാനം അറ്റ്ലീസ്റ്റ് കേരളം മാറ്റാൻ റെസൊല്യൂഷൻ പാസ്സാക്കിയ കൂട്ടത്തില് ഇത് കൂടി ചെയ്യുന്നത്. നമുക്ക് ഗവൺമെന്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. കേരളം മാറുന്ന പോലെ സെൻട്രൽ ഗവൺമെന്റ് അനുവാദമൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത് വെച്ച് ജനങ്ങളെ
വീണ്ടും ബുദ്ധിമുട്ടിക്കുക, അവരുടെ ഇന്നലകളുടെ പീഡനങ്ങളുടെ കഥകൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കുത്തിനോയിപ്പിക്കുക. അതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മാറുന്നതിനോട് എനിക്ക് 150% യോജിപ്പാണുള്ളത്.